നമ്മുടെ കല്യാണ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയെന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രസ്സുകൾ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സ്കേർട്ടും ടോപ്പും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഒരു പിങ്ക് കളറായിട്ടുള്ള സ്കേർട്ടും ടോപ്പാണ്. അപ്പോൾ അതാ അതിന് അവർക്ക് ദാവണി പോലെ എടുക്കണം പറഞ്ഞിട്ട് അതിലൊരു ഷോളും ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ അതിൻ്റെ ഫുൾ കാണിക്കാൻ. അപ്പോൾ ഇതാ സ്കേർട്ടും ടോപ്പും കേട്ടോ. ഇതൊരു ക്രോപ്പ് ടോപ്പാണ്. ക്രോപ്പ് ടോപ്പും പിന്നെ കൗത്ത് റൗണ്ട് നെക്കാണ്, ബാക്കിൽ സിബ്ബർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ സ്ലീവാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനത്തെ ഈ ലേസാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെയൊക്കെ മോഡൽ അവർ പറഞ്ഞത് തന്നെയാണ്. പിന്നെ സ്കേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ പട്ടയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ചൊരു നല്ല ചെറിയ ഫ്ലീറ്റ് അല്ലാതെ കുറച്ചൊരു വലിയ ഫ്ലീറ്റിലാണ് കൊടുത്തത്. പിന്നെ ഇവിടെ പ്ലെയിനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇത് 3 ലെയർ കൊടുത്തിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ ടോപ്പിൽ 3 ലെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ഒരു ലെയർ, പിന്നെ രണ്ടാമത് നെറ്റാണ്, പിന്നെ അതിൻ്റെ താഴെയും വേറെ ലെയർ, പിന്നെ 3 ലെയറും പിന്നെ മേലെ ഇട്ടു, പിന്നെ 4 ലെയറുണ്ടോ. പിന്നെ അതാ അതിൻ്റെ കൂടെ ഒരു ഷാളിൻ്റെ അറ്റത്തും അവർ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 6 വയസ്സായ കുട്ടികളാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ സ്കേർട്ട് ഉണ്ടോ. അപ്പോൾ അടുത്ത ഡ്രസ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ട്. പിന്നെ മറ്റേതിൻ്റെ ഇത് സാധാരണ ചുരിദാറാണ്, മറ്റേത് പിന്നെ ഇത്തിരി മോഡലായി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഒരു സാധാ ചുരിദാറാണ്. പിന്നെ അതിലത്തെ പാൻറ്റും അതാണ്. പിന്നെ ഇത് അതിലേക്കുള്ള ബോട്ടാണിത്. അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ് കോഡ്. സാധാരണ പാലിൽ തന്നെയാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പം അടുത്തത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗൗണാണ് കണ്ടോ. നല്ലൊരു ലൈറ്റ്, നല്ല നില വേറുന്ന ഒരു ഗൗണാണ്. അപ്പോൾ ഇതിൻ്റെ വന്നിട്ടുണ്ടെങ്കിൽ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോട്ടിൽ ഇതാ, പിന്നെ പിങ്കിൽക്ക് ആ ലേസ് വന്നുകൊണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കൈക്കും. പിന്നെ വേസ്റ്റിൻ്റെ ആ ഭാഗത്ത് നല്ല വീതിയിലുള്ള ലേസ്, ഇതൊക്കെ അവർ തന്നെ തന്നതാണ് കേട്ടോ. പിന്നെ പഫ് സ്ലീവാണ്, കുട്ടി തിക്ക് നെറിയിലാണ് ഇട്ടിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ അടുത്ത ഡ്രസ് കോഡ് ഇതാണ്. നല്ലൊരു ഓഫ് വൈറ്റിലായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസ് എടുത്തത് എൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയോ മിസ്സായിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ വെച്ചത്. അപ്പോൾ അത് അടുത്തത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോട്ടൻ്റെ ഡ്രസ് കോഡാട്ടോ. ചുരിദാർ ബിറ്റാണിത് കണ്ടോ. 3 ഒരേപോലത്തെ എടുത്താൽ. പിന്നെ ഇതിൻ്റെ പാൻറ്റും ഷോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കോഫി കളറാണ് കേട്ടോ. പാൻറ്റും ഷോളെന്ന് പറയുന്നത് 3 ഒരേപോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇത് കൊടുത്തിട്ടുണ്ട്, സ്റ്റോണ് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റോണാണ് കൊടുത്തിട്ടുണ്ട്. സാധാരണ നോർമൽ എണ്ണയാണ് ഇത് തയ്ച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ കല്യാണ പെണ്ണിന് ബ്ലാക്കാണ് കേട്ടോ തയ്ച്ചത്. പക്ഷേ ഇതിൽ കാണിക്കാൻ പറ്റില്ല, അത് മുന്നേ കൊണ്ടുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ കല്യാണ വർക്ക് കേട്ടോ.